പിന്നീട് ഇവരുടെ ഫോണുകൾ തമ്മിൽ പരസ്പരം പരിശോധിക്കുന്ന ഒരു സാഹചര്യം. ഒരു കാര്യമാണ്, എന്തിനാണ് ഇദ്ദേഹം ഈ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്നത് എന്നുള്ളതാണ്. ആരുമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് എന്നുള്ളതാണ്. ഏറ്റവും അവസാനം പോലീസ് എത്തി നിൽക്കുന്നത് ഈ സഹോദരങ്ങൾ തമ്മിൽ വഴിവിട്ടൊരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഈ ശ്രീതയുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നവരുടെ അച്ഛന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നവർ രാത്രി ഒരുമിച്ച് ഒരു റൂമിലേക്ക് പോകുന്നു. ഇത് ഇഷ്ടപ്പെടാത്ത ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര 2020 പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും ഓരോ പുതിയ വാർത്തകളുമായിട്ടാണല്ലേ നമ്മൾ കണ്ടുമുട്ടാറുള്ളത്. ഇന്ന് വളരെയധികം ദുഃഖത്തിലാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. കാര്യം ഞാനും ഒരു അമ്മയാണ്, എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. ഇന്നലെ രാവിലെ ഉറക്കം എഴുന്നേറ്റ സമയത്ത് തന്നെ നമ്മൾ കേൾക്കാനിടയായത് 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കാണുവാനില്ല എന്നും കിണറ്റിൽ നിന്ന്, അതായത് അതിൻ്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തിയെന്നുമാണ്. ആദ്യഘട്ടത്തിൽ 2 വയസ്സ് 2.5 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് നടന്നുപോയി കിണറ്റിലെത്തി നോക്കി വീഴുക, അതൊക്കെ വളരെ പോസിബിൾ അല്ലാത്ത കാര്യങ്ങളാണ്. അതൊക്കെ കേട്ടപ്പോൾ തന്നെ നമുക്കത് ഡൗട്ട് ഉണ്ടായി. ആരെങ്കിലും കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാകാം എന്നുള്ള പ്രാഥമിക നിഗമനം അപ്പോൾ തന്നെ ഉണ്ടായി. ഇതില് വീട്ടുകാരുടെ പങ്കാണ് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ അമ്മയുടെയും അമ്മാവന്റെയും അച്ഛന്റെയും അമ്മൂമ്മയുടെയും എല്ലാം മൊഴി വളരെ പരസ്പര വിരുദ്ധമായിരുന്നു. ആദ്യം അമ്മയോടൊപ്പം കിടന്നു എന്ന് പറഞ്ഞു, പിന്നെ അച്ഛനോടൊപ്പം കിടന്നു എന്ന് പറഞ്ഞു, പിന്നെ അമ്മാവനോടൊപ്പം കിടന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ അവസാനം നമുക്ക് ഇന്ന് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്, അതായത് നമുക്ക് അറിയാൻ സാധിച്ച വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മാവൻ ഹരികുമാർ കുട്ടിയെ കിണറ്റിലിറങ്ങി എന്നാണ്. ദേവേന്ദു എന്ന് പറയുന്ന കുഞ്ഞിനെ, ആ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് ഇയാൾക്ക് എങ്ങനെ അങ്ങനെ ഒരു നരഹത്യക്ക് തോന്നി എന്ന് അറിയാൻ സാധിക്കുന്നില്ല. ഇതിന്റെ പുറകിലുള്ള കഥയെന്ന് പറഞ്ഞാൽ വളരെ ലജ്ജാകരമാണ്, മ്ലേച്ഛകരമാണ്. നമുക്കത് പറയാൻ, നമുക്ക് വാഗുകൊണ്ട് പറയാൻ പോലും സാധിക്കാത്തത്ര വൃത്തികെട്ട കഥകളാണ് ഇതിന്റെ പുറകെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സഹോദരനും സഹോദരിയും തമ്മിലുള്ള അവിഹിത ബന്ധമാണ് ഇവിടെ നമുക്ക് കേൾക്കാൻ ഇടയാണ്. നമുക്ക് ഇടയ്ക്ക് വെച്ച് നമുക്ക് കൊല്ലത്തൊരു ന്യൂസ് ഉണ്ടായിരുന്നു. 16 വയസ്സുള്ള പെൺകുട്ടി 14 വയസ്സുള്ള സഹോദരനിൽ നിന്ന് അമ്മയായി കുഞ്ഞിന് ജന്മം നൽകി എന്നുള്ളത്. അത് കുഞ്ഞുമക്കളാണ്. കുഞ്ഞുമക്കൾ മീൻസ് അങ്ങനെയല്ല, എന്നാലും ഒരു പ്രായത്തിന്റെ ഒരു ഇതാണെന്നെങ്കിലും നമുക്ക് ചിന്തിക്കാം. ഇത് വിവാഹം കഴിഞ്ഞു ഒരു കുഞ്ഞുള്ള സ്ത്രീ തൻ്റെ സഹോദരനോടൊപ്പം അത്തരത്തിലൊരു ബന്ധം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്ന തരത്തിലുള്ളതല്ല. ഈ ഒരു സ്ത്രീയെക്കുറിച്ച് നാട്ടുകാർക്കെല്ലാം അത്ര നല്ല അഭിപ്രായമൊന്നും അല്ല ഉള്ളത്. ഈ കുഞ്ഞിന്റെ പേരിൽ ഇവർ ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെന്നും പൈസ തട്ടിയിട്ടുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. ഈ കുഞ്ഞിന്റെ മരണത്തിന് തൊട്ട് മുമ്പ് 2 ദിവസം മുമ്പ് 30 ലക്ഷം രൂപ തന്റെ വീട്ടിൽ നിന്ന് കളവ് പോയി എന്ന് പോലീസിന് ഒരു പരാതി പോലും ഇവർ ഫയൽ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇവരുടെ ലക്ഷ്യമെന്നും എന്തിനാണ് ഇവർ ഈ ഒരു കൃത്യം ചെയ്തതെന്നും നമുക്ക് ഇതുവരെയും തെളിഞ്ഞിട്ടില്ല. ഹരികുമാർ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്, താൻ ഒറ്റയ്ക്കാണ് ഈ കൃത്യം ചെയ്തു എന്ന്. എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത്, ഇയാൾക്ക് മാനസിക അസ്വസ്ഥ്യം ഉണ്ട് എന്ന പേരിൽ ഇയാൾ രക്ഷപ്പെടുമെന്നാണ്. ഇവർ തമ്മിൽ സഹോദരനും തമ്മിലുണ്ടായ വാട്സപ്പ് ചാറ്റുകൾ ഇതുവരെയും പോലീസുകാർ പുറത്തുവിട്ടിട്ടില്ല. അത്രമാത്രം അപമാനം ആണ് അത് പറയുന്നതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വാർഡ് കൗൺസിലർ ഇവരെ കുറിച്ച് പറയുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. അറിയാം, കാരണം ഇവരിപ്പോൾ അവിടെ താമസിക്കുന്നത് 3 വർഷക്കാലമേ ആയിട്ടുള്ളൂ വാടകയ്ക്ക് വന്നത്. ഇവർ നേരത്തെ താമസിക്കുന്നതും എൻ്റെ വാർഡിൻ്റെ ഭാഗത്ത് തന്നെയാണ്. അവരുടെ ജനന സ്ഥലം എൻ്റെ വീട്ടിൽ നിന്നും ഒരു 500 മീറ്റർ താഴെയായിട്ട് വരുന്ന മിടാന്നൂർ കുളം കുളവറ വിളാകം ഭാഗത്താണ്. അവിടെ നിന്ന് ഇപ്പോൾ അമ്മ കോട്ടുകാൽക്കുളം ജംഗ്ഷനിലെ ക്ഷേത്രത്തിൽ കഴകമായി ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴാണ് അവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നിട്ടുള്ളത്. പക്ഷെ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നല്ല മാന്യമായി കഴിയുന്ന നായർ സമുദായത്തിലെ വളരെ മാന്യമായി ആദ്യഘട്ടത്തിൽ പറയുന്നത് ഇവര് വളരെ നല്ല ഹിന്ദു മതത്തിൽ ഏറ്റവും ഉയർന്ന നായർ സമുദായത്തിൽപ്പെട്ട ഉയർന്ന കുലസ്ത്രീ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിന് വീണ്ടും ഇവരെ കുറിച്ച് പറയാനുള്ളത് നമുക്കൊന്നുകൂടെ കേട്ടിട്ട് വരാം. ഇപ്പോൾ ഈ സമീപകാലത്ത് ഈ കുഞ്ഞിന്റെ അമ്മ ഷെയ്തുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തികമായ വിഷയങ്ങൾ ഏറെ വളരെ വലുതാണ്. അത് ചെറുതൊന്നുമല്ല, വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഈ സാമ്പത്തിക വിഷയത്തിൽ ആണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞത് ഷെയ്തുവിന് ഇപ്പോൾ ഒരു ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയെന്ന് പറയുന്ന ഒരു 3 വർഷക്കാലമേ ആകുന്നുള്ളൂ. അതിനുശേഷമാണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. പക്ഷേ ഷെയ്തുവിന് കിട്ടിയത് ദേവസ്വം ബോർഡിൽ കിട്ടിയ സ്ഥിരം ജോലിയാണെന്നല്ല ഞങ്ങളിപ്പോൾ കേൾക്കുന്നത്, താൽക്കാലിക ജോലിയാണ്. അത് കഴിഞ്ഞു പോയി എന്നുള്ളത്. ജോലി കിട്ടിയതിന് ശേഷമാണ് ഷെയ്തു ഈ തരികിടകളെല്ലാം ചെയ്തു തുടങ്ങിയത്. ആളുകൾ
ശ്രീധുവിൽ നിന്ന് കടം വാങ്ങുന്നതിലേക്ക് വേണ്ടി ശ്രീധു ഏതറ്റം വരെ തരം താഴുന്നതിനും ശ്രീധുവിന് മടിയില്ല എന്നതിന്റെ ഒരു ഉദാഹരണം. ശ്രീധു ഒരിക്കൽ ഒരാളോട് 2 ലക്ഷം രൂപയോളം കടം വാങ്ങാൻ പോയത് ഈ കുഞ്ഞിന് അമ്മ ചോറ് കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഗേറ്റ് തുറന്നു കിടന്നു. കുട്ടി പുറത്തേക്ക് ഓടിപ്പോയി. അങ്ങനെ വന്ന വാഹനം ഇടിച്ച് കുട്ടി തെറിച്ച് റോഡിൽ വീണു. നട്ടലിന് പൊട്ടി കേടുണ്ടായി. ഇത് കണ്ട് ശ്രീധുവിന്റെ അമ്മ ഓടിപ്പോയി കിണറിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. നാട്ടുകാർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അങ്ങനെ അത്യാസന്ന നിലയിലാണെന്നാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊരു ചെറിയ ഉദാഹരണം. അതുകൊണ്ട് ഇതിലെ ഇപ്പോഴും ഞങ്ങളെപ്പോലുള്ള നാട്ടുകാർ വിശ്വസിക്കുന്നു ശ്രീധുവിലാണ് ഞങ്ങൾ എല്ലാവരും. ഈ കൗൺസിലർ ഈ ഒരു എന്താ ശ്രീധു എന്നാണ് കേട്ടോ ഈ പെണ്ണിന്റെ പേര്. ശ്രീധുവിനെയാണ് കുറ്റവാളിയായിട്ട് വിരൽ ചൂണ്ടുന്നത്. നമുക്ക് ഇദ്ദേഹത്തിന്റെ ഹരികുമാറിനെ കുറിച്ച് പറയാനുള്ളത് കൂടി ഒന്ന് കേട്ടുവരാം. ഹരികുമാറിനെ കുറിച്ച് ഇദ്ദേഹത്തിന് പറയുന്നത് വളരെ നല്ല അഭിപ്രായമാണ്. നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഹരികുമാറിനെ കുറിച്ച് ഇദ്ദേഹത്തിന് എന്താ പറയാനുള്ളത്. ഇന്നുവരെ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയായിട്ടുള്ള ആളല്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 10 രൂപ ചില്ലറ വാങ്ങി എണ്ണിയെടുക്കാൻ ഇപ്പോഴും അറിഞ്ഞുകൂടാത്ത ഒരാളാണ് ഈ ഹരികുമാർ എന്ന് പറയുന്നത്. ഹരികുമാറിന് അങ്ങനെ ഒരു മെന്റലിന്റെ വിഷയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ഷേത്രത്തിൽ ഈ ഉത്സവ ചടങ്ങുകൾക്കൊക്കെ ഇപ്പൊ ഈ പഞ്ചവാദ്യം അടിക്കാൻ പോകുന്ന ഒരാളാണ്. അയാൾ കൃത്യമായി ക്ഷേത്രത്തിലെ ആ ചടങ്ങുകൾക്ക് കൃത്യമായി ആരും പറയുന്നത് അടിച്ചു കൊടുക്കാൻ അറിയാവുന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായി അയാൾക്ക് അങ്ങനെ ഒരു ഒന്നുമില്ല. പിന്നെ ശകലം ശരീരപ്രകൃത വളർച്ചയിൽ പണ്ടേ അയാൾ ഇത്തരം ഒരു രോഗമുള്ളത് പോലത്തെ ഒരു വളർച്ച കുറവാണ്. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപദ്രവിക്കുന്ന മനസ്സ് ഇന്നുവരെ ഒരു കുട്ടിയെ പോലും നുള്ളിയതായി ഈ സംഭവത്തിൽ ഇപ്പൊ പറയുന്നത് വരെയും അങ്ങനെ ഒരു കേസോ ഒരു പരാതിയോ വന്നിട്ടില്ല എന്നുള്ളത്. ഹരികുമാർ സഹോദരിക്ക് വേണ്ടി കള്ളം പറയുകയായിരിക്കും, അങ്ങനെ ഒരു തോന്നൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഹരികുമാറിന് ഒറ്റയ്ക്ക് ഈ ദൗത്യം ചെയ്യാൻ കഴിയത്തില്ല. ഒരുപക്ഷെ അങ്ങനെ ഹരികുമാർ ചെയ്യുന്നു എങ്കിൽ ആ വീട്ടിൽ താമസിക്കാനുണ്ടായിരിക്കുന്ന അമ്മയും സഹോദരിയും ഈ കുഞ്ഞിന്റെ അച്ഛനും അടക്കമുള്ള ആളുകൾ അറിയണം. ഇവരാരും അറിയാതെ ഹരിക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് അടിവരയിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. കാരണം കുട്ടിയുടെ മുത്തശ്ശി രാഗിണി അലമുറയിട്ട് കരയുന്നുണ്ട്, എന്റെ കുഞ്ഞിനെ കാണാനെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതേ ഒരു വികാരം ഈ പറഞ്ഞതുപോലെ ശ്രീധുവിൽ ഞാൻ കാണുന്നില്ല. ശ്രീധു ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് സ്വാഭാവികമായി മരണമറിഞ്ഞു വന്നാൽ ഒരു വീട്ടിൽ നാട്ടുകാർ കാണാവുന്ന ഒരു പ്രകടനം മാത്രമാണ് കരഞ്ഞുകൊണ്ട് എന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി എന്താണ് ഏതാണെന്ന് അറിയില്ല എന്നുള്ളത്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ നാട്ടുകാർ കുട്ടിയെ കാണാനെന്ന് പറയുമ്പോഴേക്കും ഇരുന്ന് കരയുന്നതിന്റെ പകുതി ഭാഗം പോലും എനിക്ക് ശ്രീധുവിൽ കാണാൻ കഴിഞ്ഞില്ല. പുറത്തുള്ള ആളുകൾ, ഇവരുമായി ബന്ധമില്ലാത്ത ആളുകൾ ഈ കുഞ്ഞിന്റെ പ്രായമോർത്ത് കരയുകയാണ്. അച്ഛന് കുട്ടിയുടെ അച്ഛനുണ്ട്. അയാൾ കരഞ്ഞൊന്നുമില്ല. അയാൾ അങ്ങനെ നിൽക്കുന്നു, അയാൾ അങ്ങനെ നിശബ്ദനായി നിൽക്കുന്നു എന്ന് മാത്രമാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യമൊക്കെ വെച്ചിട്ട് ഒരു കൗൺസിലർ എന്ന രീതിയിൽ എന്തായിരിക്കും അവരുടെ ഒരു ഇന്റൻഷൻ എന്ന് തോന്നുന്നുണ്ട്? അതായത് ഒരു കുഞ്ഞിനെ, ഈ 2 വയസ്സുവരെ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യാൻ പാകത്തിന് എന്തായിരിക്കും തോന്നുന്നത്? പക്ഷെ അത് മാത്രം അറിയില്ല. ഒരുപക്ഷെ ഇത് ചെയ്തുകൊണ്ട് ഏത് കടക്കാരനെ പിടിച്ചു നിർത്താം? ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ട് എന്താണ് അതിനെക്കുറിച്ച് എത്ര തന്നെ ആലോചിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ഇതാണ്. ഒരുപക്ഷെ ഈ സ്ഥാനത്ത് ഈ കുട്ടിയുടെ അമ്മയാണ് ആത്മഹത്യ ചെയ്തെങ്കിൽ കടക്കാരനെ പിടിച്ചു നിർത്താൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പിടിച്ചു നിർത്താൻ പറ്റും. അതാണ് ഒരു പൊതുപ്രവർത്തനമായിരിക്കും എനിക്ക് കാണാൻ കഴിയുന്നത്. ഈ ശ്രീധുവാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തത്. കടക്കാർ തീർന്നല്ലോ, കാരണം ശ്രീധുവാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഈ കുഞ്ഞിനെ കൊന്നതിന്റെ ചേതോ വികാരം എന്താണെന്ന് 100 വട്ടം ശ്രമിച്ചിട്ടും എത്ര തന്നെ ഇരുന്ന് ആലോചിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. പറയുന്ന ഹരിയും ഈ ശ്രീധുവും സഹോദരങ്ങൾ തമ്മിൽ നല്ല ബന്ധത്തിലാണല്ലോ. ബന്ധത്തിൽ തന്നെയാണ് അവർ തമ്മിൽ. അങ്ങനെയൊന്നും ഒരു ചേർച്ചക്കുറവൊന്നും ഞങ്ങൾക്ക് പുറത്ത് നാട്ടുകാർക്ക് കേൾക്കാൻ കണക്കിനൊരു. ഹരികുമാറിനെ കുറിച്ച് അവർ പറയുന്നത് കേട്ടോ, ഹരികുമാറിന് ശാരീരികമായി കാണുമ്പോൾ ചില ശാരീരിക അസ്വസ്ഥതകൾ കണ്ട് തോന്നുന്നതല്ലാതെ മാനസികമായി യാതൊരുവിധ പ്രശ്നമില്ലെന്നും ഒരു കുഞ്ഞിനെ നുള്ളി നോവിച്ചു പോലും ഒരു കേസ് ഇദ്ദേഹത്തിന്റെ പേരിൽ ഇല്ല എന്നൊക്കെയാണ് നമ്മുടെ കൗൺസിലർ പറയുന്നത്. ഒരു കുഞ്ഞിനെ നുള്ളി നോവിക്കാൻ അയക്കാൻ പറ്റില്ല, പക്ഷെ എടുത്ത് കിണറ്റിലിടാൻ പറ്റി കേട്ടോ. അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് എൻ്റെ ഒരു തോന്നൽ ഞാൻ പറയാം. ഈ ശ്രീധുവിന്റെ ഹസ്ബൻഡുമായിട്ട് ഇവർ അകന്ന് താമസിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു എപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇയാൾ എന്നും വരാറൊന്നുമില്ലായിരുന്നു. ഇപ്പം ഈ ശ്രീധുവിന്റെ അച്ഛന്റെ 16 ആയിരുന്നു ഇന്നലെ നടക്കാനിരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം തലേന്ന് അവിടെ എത്തിയത്. തലേന്ന് വന്ന സമയത്ത് ഒന്നുകിൽ ഈ ഇങ്ങനൊരു കൊലപാതകം ചെയ്ത് ഭർത്താവിന്റെ തലയിൽ കെട്ടിവെക്കാനായിരിക്കണം സഹോദരനും കൂടെ തീരുമാനിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ മറ്റു മാധ്യമങ്ങൾ പറയുന്നത് ഭർത്താവിനോടൊപ്പം കിടക്കാനായി പോയ സഹോദരിയെ കണ്ട് അതിഷ്ടപ്പെടാതെ വാട്സാപ്പിലൂടെ നിരന്തരം ഈ ഒരു ദേഷ്യം അറിയിക്കുക, അതിന് സഹോദരിയും കേൾവി കൊടുക്കാതിരിക്കുന്നതിൻ്റെ ആ ദേഷ്യത്തിൻ്റെയും ഇയാളെടുത്ത് ഈ കുഞ്ഞിൻ്റെ അടുത്ത് കിണറ്റിലിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. എന്നിരുന്നാലും ഒന്നാമത്തെ തെറ്റ് ഒരച്ഛൻ്റെ അമ്മയുടെയും വയറ്റിൽ നിന്ന് ഒരച്ഛൻ്റെ അമ്മയുടെയും മക്കൾ 2 പേര്, അതിൽ ആങ്ങളെയും പെങ്ങളും. ഏത് അർത്ഥത്തിലാണ് ഈ ഒരു ബന്ധം എന്ന് അറിയാൻ പറ്റുന്നില്ല. സ്വന്തം സഹോദരൻ ഈ പറയുന്ന പോലെ നമുക്കൊക്കെ ഒരുപാട്, നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ, കൂട്ടുകാർ, നമ്മുടെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ നമ്മുടെ കൂട്ടുകാരുണ്ട്. നമുക്കെല്ലാം നമ്മൾ ഫ്രണ്ട്സ് അവരൊക്കെ പെങ്ങളെന്ന് വിളിക്കുന്ന അവരൊരു ഫ്രണ്ട്സിനുപരി ഒരു സഹോദരിയുടെ കെയർ. ആ സമയത്ത് ഞാൻ വുമൻസ് കോളേജിലാണ് പഠിച്ചത്. എൻ്റെ കാര്യമല്ല പറയുന്നത്, വേറെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. അതുപോലെ എനിക്കൊരു ആങ്ങളയുണ്ട്. എൻ്റെ ആങ്ങളയുടെ
സുഹൃത്തുക്കൾ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാലും അത് എന്നെ കണ്ടാലും എൻ്റെ ഹസ്ബൻഡിനെ കണ്ടാലും അളിയ പെങ്ങളെ എന്നാണ് വിളിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ വളർന്ന നമുക്ക് നമ്മുടെ ഈ ഒരു വാർത്തകൾ കേൾക്കുമ്പോൾ വളരെയധികം എന്തുവാ ഒരു ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു ബ്രദറുണ്ട്, ഞങ്ങളൊക്കെ എനിക്ക് ഒരു ഒറ്റ കുഞ്ഞു വീട്ടിൽ, അതായത് വലിയ 2-3 ബെഡ്റൂമിലൊക്കെ ആങ്ങളെ വരെ അങ്ങനെയൊന്നും താമസിച്ച് നമ്മൾ കാലഘട്ടമല്ല നമ്മുടെയൊക്കെ. ഒരുമിച്ച് കളിച്ച് വളർന്നു വന്ന 5 വയസ്സ് വ്യത്യാസമുണ്ട് ഞാനും എൻ്റെ ബ്രദറും തമ്മിൽ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ വളർന്നു വന്ന ആ കാലഘട്ടത്തിൽ ഇങ്ങനൊരു സഹോദരനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പുച്ഛം തോന്നുന്നു, അറപ്പ് തോന്നുന്നു. കാര്യം ഇങ്ങനെയും ഉണ്ടോ ഇവർക്കൊക്കെ വേറൊരു പുരുഷനോട് ഒരു ഇൻഫാക്ച്വേഷൻ തോന്നി. നമ്മൾ ഇന്നലെ ചോറ്റാനിക്കരയിലെ ഒരു ഇത് കേട്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പ് നമ്മുടെ വെഞ്ഞാറമൂട്, അതായത് കഠിനംകുളത്ത് ആതിര കൊലക്കേസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഈ അഭിഹിത മരണങ്ങളാണ്. ഈ അഭിഹിതം എന്ന് പറയുന്നത് എപ്പോഴും ഒരു മരണത്തിലേക്കാണ് എത്തുന്നതല്ലേ. എന്നിരുന്നാലും മനസ്സിലാക്കുന്നില്ല ഈ ഒരു ഇതിലൂടെ എന്താണ് ഇവർ നേടുന്നത്, ഈ ഒരു ചാറ്റിങ്ങിലൂടെ, ഈ ഒരു തരത്തിലുള്ള ചാറ്റിങ് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല കേട്ടോ. വളരെയധികം ലജ്ജാകരമാണ്. നമ്മുടെ കേരളം ഏതൊരു തരത്തിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ദിവസേന ഡേ ടു ഡേ, എനിക്കൊന്ന് ഇന്നലെയും ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഇടുക്കിയിലാണെന്ന് തോന്നുന്നു, ഒരു കുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകിയെന്ന് അങ്ങനെ എന്തോ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ ഈ സഹോദര ബന്ധത്തിനൊന്നും ഒരു അർത്ഥവുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാര്യം എനിക്ക് തോന്നുന്നു അമ്മാവൻ കുഞ്ഞിനെ പീഡിപ്പിച്ചു, അപ്പൂപ്പൻ പീഡിപ്പിച്ചു, അച്ഛൻ പീഡിപ്പിച്ചു, അമ്മ കാമുകന് വേണ്ടി ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ഇതൊക്കെ കേൾക്കുന്നു. ഇപ്പോൾ എനിക്ക് കുറച്ച് നാൾ വരെ കേൾവി ഇല്ലാതിരുന്ന സംഭവമായിരുന്നു സഹോദരൻ തമ്മിലുള്ള അവിഹിതം. എനിക്കൊന്ന് ഇപ്പോഴാർക്കാണ് ഇപ്പോൾ ഇത് കേട്ടു തുടങ്ങിയത്. ഇപ്പം വാർത്തകൾ കേട്ട് തുടങ്ങിയപ്പോൾ ഇതിപ്പോൾ സുലഭമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും ഒരു അർത്ഥമില്ലേ? എന്താ ഒരു രക്തബന്ധത്തിനൊന്നും ഒരു വിലയുമില്ലേ? ഞാനിന്ന് ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ ഈ റിയാക്ഷൻ വീഡിയോസൊക്കെ കേട്ടിരുന്നു. അവരൊക്കെ ഇതിനോട് റിയാക്ട് ചെയ്യുന്നത് വളരെ പറയാൻ പോലും അറപ്പുള്ളാവുന്ന രീതിയിലാണ് അവരത് പറയുന്നത് കേട്ടോ. കാര്യം അതിനർഹയാണ് അവൾ. ഈ ശ്രീതു എന്ന് പറയുന്നവൾക്ക് ഇങ്ങനൊരു ബന്ധമുണ്ട് എങ്കിൽ അത് പോലീസുകാർ ആ വാട്സപ്പ് സന്ദേശങ്ങൾ പുറത്ത് വിടുന്നില്ല. പുറത്ത് വിടാത്തക്ക രീതിയിലുള്ള വൃത്തികേടുകളാണ് അതിലുള്ളതെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അവളെ സത്യം പറഞ്ഞുണ്ടല്ലോ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കണം. അവനെയൊക്കെ നാട്ടുകാർ വേണം കൈകാര്യം ചെയ്യാനായിട്ട്. അത്രമാത്രം നികൃഷ്ടമായ ചിന്താഗതിയിലൂടെയാണ് അവർ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേർക്കും അതിനുള്ള ശിക്ഷ കിട്ടണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ക്ലിപ്പിങ്ങും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ശ്രീതുവിനോട് വഴിവിട്ട ബന്ധങ്ങൾക്ക് ഹരികുമാർ ശ്രമിച്ചിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇത് നടക്കാത്തതിന്റെ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് മൊഴി. കുഞ്ഞിന്റെ അമ്മയുടെ പങ്കിൽ സംശയമുണ്ടെങ്കിലും തൽക്കാലത്തേക്ക് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഏറ്റവും അവസാനം പോലീസ് എത്തി നിൽക്കുന്നത് ഈ സഹോദരങ്ങൾ തമ്മിൽ വഴിവിട്ട ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഈ ശ്രീതയുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു. അവരുടെ അച്ഛന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നവർ രാത്രി ഒരുമിച്ച ഒരു റൂമിലേക്ക് പോകുന്നു. ഇത് ഇഷ്ടപ്പെടാത്ത ഇദ്ദേഹം സഹോദരൻ ഈ വൈരാഗ്യത്തിന്റെ പേരിൽ പുലർച്ചെ തന്നെ കുട്ടിയെ കിണറ്റിലേക്ക് എടുത്തെറിയുന്നു എന്നുള്ളതാണ്. ഇതിന് തെളിവായി ലഭിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ നടത്തിയ വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവരുടെ രണ്ടുപേരുടെയും ഫോണുകൾ പോലീസ് അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഈ ഓഡിയോ ക്ലിപ്പിംഗ് നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഈ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് ഈ വാർത്തയെക്കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ട് കേട്ടോ. ഇത് ആരാണ് ചെയ്തതെന്നും ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നും കൃത്യമായൊരു ഹരികുമാർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എങ്കിലും ഹരികുമാർ തന്നെയാണോ ശ്രീതു ഇതിനകത്ത് ഉൾപ്പെടെ ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു തീരുമാനത്തിൽ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്ത് കുറ്റം ചെയ്താലും രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് കേട്ടോ ഇവരെ കൊണ്ടൊക്കെ ഈ കുറ്റങ്ങൾ ചെയ്യിക്കുന്നത്. അതായത് നമ്മുടെ ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ വൃഷ്ടാനം ഭക്ഷണമാണ്. ഒരു വിറ്റാമിൻ പോലും കുറവില്ലാത്ത രീതിയിൽ നല്ല പോലുള്ള ആഹാരമാണ്. ഞാൻ ഇടയ്ക്ക് മുമ്പ് ഏതൊക്കെയോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിക്കനും ബീഫും മട്ടനും ഒക്കെ കൊടുത്ത് അവരെ വളരെയധികം ഹെൽത്തി മാനായിട്ട് ഇറക്കി വിടുവാണ്. വീണ്ടും കൃത്യങ്ങൾ ചെയ്യും. നമ്മുടെ ചെന്താമരയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഓരോ കേസിലും അകത്ത് പോകുന്നവർ വളരെയധികം ശോഷിച്ച് അകത്തോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു സൽമാൻ ഖാനും മോഹൻലാലും മമ്മൂട്ടിയും കണക്കൊക്കെ ആയിരുന്നു തിരിച്ചു വരുന്നത്. അത്രമാത്രമുള്ള കെയറാണ് അവർക്ക് അവിടെ നമ്മുടെ ജയിലിൽ കിട്ടുന്നത്. നമുക്ക് ജയിലിലെ ഭക്ഷണ രീതിയെക്കുറിച്ച് ഒരു പോലീസ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ. നിങ്ങളത് കേട്ടിട്ട് പറയണം. നാട്ടിൽ നിന്ന് നമുക്ക് ആഹാരം കഴിക്കാൻ വകയില്ലാത്ത ആളുകൾ ഇങ്ങനെയുള്ള മനഃപൂർവ്വം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് പോവുകയാണ്. ഞാൻ എപ്പോഴും പറയും നമുക്കവിടെ മെഡിറ്റേഷൻ കൊടുക്കണം, അവർക്ക് ശിക്ഷകൾ കൊടുക്കണം. അതായത് മീൻസ് ലളിതമായ ജീവിതം നയിക്കാം. കഞ്ഞിയും പയർ അതുപോലുള്ള ആഹാരങ്ങൾ കൊടുത്തു വേണം ഇവരെ വളർത്താനായിട്ട്. അല്ലാതെ ചിക്കനും ബീഫും ഒന്നുമല്ല കൊടുക്കണം. എന്തായാലും നമുക്കൊന്ന് കണ്ടിട്ട് വരാം എന്തൊക്കെയാണ് അവിടുത്തെ ആഹാര രീതികളൊന്നും കണ്ടിട്ട് വന്നാലോ. തിങ്കളും ബുധനും
പച്ച മത്സ്യമുണ്ട്. ശനിയാഴ്ച ആട്ടിറച്ചി 100 ഗ്രാമിന്റെ ആട്ടിറച്ചി കൊടുക്കും. തിങ്കളും ബുധനും 140 ഗ്രാമിന്റെ പച്ച മത്സ്യം. ബാക്കിയുള്ള ദിവസങ്ങളിൽ പച്ചക്കറിയാണ് സാർ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 250 ഗ്രാം അരിയുടെ ചോറ് കൊടുക്കും. അരിയുടെ ചോറാണ്. വൈകുന്നേരം 200 ഗ്രാം അരിയുടെ ചോറ്. അപ്പൊ അത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയാണ്. അത്ര കഴിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമ്മളുടെ ഒരു കാക്കിലോ നമ്മൾ പറയത്തില്ല, അത്രയും നമ്മൾ അരിയുടെ ചോറ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇത് വെന്ത് വരുമ്പോൾ കൂടുതൽ. രാവിലെ 200 ഗ്രാമിന്റെ ഗോതമ്പാണ് കൊടുക്കുക. അപ്പൊ രാവിലെ ഇപ്പം ഞായറാഴ്ചയാണ് ഇഡ്ഡലിയോ ദോശയോ, അതിന്റെ കൂടെ ചമ്മന്തി ഉണ്ടാവും. തിങ്കളാഴ്ച ചപ്പാത്തിയും കടലക്കറിയും, ചൊവ്വാഴ്ച ഉപ്പുമാവും ഗ്രീൻ പീസ് കറി. പിന്നെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ചപ്പാത്തിയും ഉപ്പുമാവും. ഞായറാഴ്ച മാത്രം പ്രേക്ഷകരെ കൊതിപ്പിക്കില്ല. ഇത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ജയിലുകളുടെ സമയത്തുള്ള. പിന്നെ എല്ലാ ദിവസവും അവിയലുണ്ടാവും. ഉച്ചക്കറിയുടെ കറിക്ക് അവിയലും മോരൊക്കെ ഉണ്ടാവും. സാമ്പാറുണ്ടാവും. സാമ്പാറുണ്ട്. സാമ്പാർ ഇടപെട്ട ദിവസങ്ങളില്ല. തിങ്കളും ബുധനും മത്സ്യവും, ശനിയാഴ്ച ആട്ടിറച്ചി. രാത്രി ഭക്ഷണം എന്ന് പറയുന്നത് ഈ ചോറുണ്ടാവും, 200 ഗ്രാം അരിയുടെ ചോറ്. അതിൽ 3 ദിവസം പുഴുക്കുണ്ടാവും. കപ്പ, അതിൻ്റെ കൂടെ കപ്പപ്പുഴുക്കാണ് കൊടുക്കുന്നത്. പിന്നെ ചില കറികൾ മാത്രം. അപ്പൊ ഇവര് മീൻകറിയും മട്ടനൊക്കെ ദിവസം അതെടുത്ത് വെക്കും വൈകിട്ടത്തേക്ക്. അങ്ങനെ വെച്ചിട്ടാണ്. നിങ്ങൾ കണ്ടല്ലോ, ഇത്രയും നല്ല ആഹാരം കൊടുക്കുന്നിടത്തോട്ട് ആളുകൾ പോകാൻ ആഗ്രഹിക്കുവോ അതോ ഇത് തെറ്റ് ചെയ്ത് ജയിലിൽ പോയാൽ ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുവോ? അതുപോലെ തന്നെ ആളൂരിനെ പോലെയൊക്കെയുള്ള നല്ല അഡ്വക്കേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പുഷ്പം പോലെ അവരൊക്കെ തിരിച്ചിറങ്ങി വരും. നമ്മുടെ ഗ്രീഷ്മ കൊലക്കേസ് ആയാലും നമ്മുടെ ആഷിഖ് അതായാലും നമ്മുടെ ഏത് കേസ് എടുത്താലും എല്ലാവരും രക്ഷപ്പെടുകയുള്ളൂ. കാര്യം ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വന്നുവെങ്കിലും ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടുമോ എനിക്കറിയില്ല. ഒരിക്കലും നടപ്പാക്കാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം കേസ് ഹൈക്കോടതിയിലേക്കും അതുപോലെ സുപ്രീം കോടതിയിലേക്കൊക്കെ തള്ളും. അവിടെ നിന്ന് ഈ വധശിക്ഷയ്ക്ക് ഇളവ് ലഭിക്കും. ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ ഈ ചെന്താമരയ്ക്കായാലും അവനൊക്കെ ഒരു കൊലപാതകം ചെയ്ത് ജയിലിൽ പോയിട്ട് തിരിച്ചത്. അവൻ അത്രേ ഉള്ളൂ ജയിലെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവൻ വീണ്ടും വന്നടുത്ത് ക്രൂരകൃത്യം ചെയ്തത്. ഇതുപോലെ തന്നെയാണ് ഇവിടെ സ്വന്തം സഹോദരിയുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ സ്വന്തം രക്തം, നമ്മുടെ സ്വന്തം. ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് നോക്കണ്ട അവൻ എന്തിനാണ് അവനത് ചെയ്തതെന്ന് എനിക്കറിയില്ല. അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനാണ് ചെയ്തതെങ്കിൽ അവൻ മാത്രമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. സഹോദരിക്ക് ഇതിൽ പൂർണ്ണമായ പങ്കുണ്ട്. പക്ഷെ അതിൻ്റെ എനിക്ക് മറ്റൊരു സംശയം ഞാൻ പറഞ്ഞല്ലോ, ഇത് ആ അച്ഛൻ്റെ തലയില്ല, ഭർത്താവിൻ്റെ തലയിൽ കെട്ടിവെക്കാനായിരിക്കണം ആങ്ങളെയും പെങ്ങളും കൂടെ തീരുമാനിച്ചത്. പക്ഷേ എന്തോ കാരണവശാൽ ഭർത്താവ് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. കാര്യം എല്ലാ ദിവസവും വരാതിരുന്ന ഭർത്താവ് ഇങ്ങനൊരു ദിവസം വരുമെന്ന് കണ്ടതും ആ ദിവസം തന്നെ ഇങ്ങനൊരു സ്വന്തം അച്ഛൻ്റെ 16ന്റെ ചടങ്ങിൻ്റെ അന്ന് തന്നെ ഇങ്ങനൊരു കൃത്യം ചെയ്യാനായിട്ട് ഇവളുടെ സഹോദരനും കൂടെ ശ്രമിച്ചല്ലോ. ഒരു വല്ലാത്ത ക്രൂരതയായിപ്പോയി കേട്ടോ. സഹോദര ബന്ധങ്ങൾക്ക് ഒരു അപമാനകരമായിപ്പോയി ഈ ഒരു ഇത്. പക്ഷേ ആ വീട്ടിലുള്ള, അതായത് അച്ഛനും അമ്മ ഒക്കെ അവരിതൊന്നും കണ്ടില്ല അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് വളരെയധികം നമുക്ക് വിശ്വസനീയമല്ല കേട്ടോ. സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധം ആ രീതിയിലാണോ അല്ലയോ തിരിച്ചറിയാൻ പറ്റാത്ത അത്തരം വിവരദോഷികളാണോ ആ വീട്ടിലുള്ളവരും പരിസരത്തുള്ളവരും? അതൊക്കെ ഇപ്പം എല്ലാവരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ്. അതുപോലെ തന്നെ ഭർത്താവിനെ കരുവാക്കാനായിരുന്നു ഉദ്ദേശമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ ഈ ശ്രീതു ഹരികുമാർ ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് വാദിക്കുന്നുണ്ടെങ്കിലും അതും വിശ്വസയോഗ്യമല്ല. കാര്യം അത് ആരും വിശ്വസിക്കില്ല. കാര്യം ശ്രീതുവിൻ്റെ പൂർണ്ണ പിന്തുണ ഇല്ലാതെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെയൊക്കെ പുറത്തു വരണ്ട്. കുഞ്ഞ് എങ്ങനെയാണ് മരണപ്പെട്ടതെന്നും ഈ വെള്ളത്തിൽ എറിഞ്ഞ് അത് തന്നെയാണോ എന്നും ഒക്കെ ഇനി പുറത്ത് വരുമ്പോഴാണ് ബാക്കി കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റുള്ളവരുടെ പങ്ക് എന്താണെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് ഇതുവരെയായിട്ട് ആ മൊഴിയിൽ വൈരുദ്ധ്യം ഉണ്ട് കേട്ടോ. ഹരികുമാർ പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് മാറി തിരിഞ്ഞ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. കുഞ്ഞുറങ്ങിയത് ആരുടെ അടുത്താണ്, അമ്മയുടെ അടുത്താണ്, അച്ഛൻ്റെ അടുത്താണ്, അമ്മാവൻ്റെ അടുത്താണ്, അങ്ങനെ മാറി മാറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാനായിട്ട് 3 തൂക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുക്കളയിൽ ഫുള്ള് മണ്ണെണ്ണയുടെയും തീ പറഞ്ഞതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ കാണാനുണ്ടായിരുന്നു. ഇനി ഈ ഹരികുമാർ ഒരു സൈക്കോ ആയിരുന്നു. അതൊന്നും സഹോദരി ഭർത്താവിൻ്റെ റൂമിലേക്ക് പോകുന്നത് കണ്ടിട്ട് അതിൻ്റെ തോന്നിയ ആ ഒരു ദേഷ്യമാണ് ഇതിലേക്ക് വഴിതെളിച്ചതെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇത്രയൊരു സൈക്കോ ആയിരുന്നോ? പക്ഷേ ഇതിനകത്തൊക്കെ വരുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് മാനസിക രോഗം ഉണ്ടായിരുന്നു എന്നും ഇയാൾ മാനസിക രോഗിയാണെന്നും മാനസിക രോഗം വെച്ചിട്ടാണ് ഇയാളത് ചെയ്തതും എന്നുള്ള പഴുതുപയോഗിച്ച് ഇയാൾ പുറത്തെത്തും. ഈ മാനസിക രോഗമുള്ളവർക്ക് ചെയ്യുന്ന ശിക്ഷയ്ക്ക് ഇളവ് എന്നൊരു നിയമവ്യവസ്ഥ മാറ്റിയാൽ മാത്രമേ എല്ലാവരും ഈ നിയമവ്യവസ്ഥയെ പേടിക്കുള്ളൂ കേട്ടോ. മാനസികമായി ചെയ്താൽ തെറ്റാണ്.
ഇവനൊക്കെ ചെയ്യുന്ന സമയത്ത് മാനസിക രോഗമില്ലായിരുന്നോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാനസിക രോഗം എന്ന് പറഞ്ഞ ഒരു പേരിലാണ് നമ്മുടെ അഡ്വക്കേറ്റ്സ് ഒക്കെ ഈ കുറ്റവാളികളെ പുറത്തെത്തിക്കുന്നത്. അപ്പം നീതി വ്യവസ്ഥയോടുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ്, നീതിന്യായ വ്യവസ്ഥയോട് നമ്മുടെ പോലീസിനോടൊക്കെ അങ്ങനെ ഒരു ചാർട്ട് ഒരിക്കലും എഴുതരുത്. ഇയാൾക്ക് മാനസിക രോഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവൻ ചെയ്ത തെറ്റ് തന്നെയാണ്. അവന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ആ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് എങ്ങനെ ഇങ്ങനൊരു ക്രൂരകൃത്യം ഇവന് ചെയ്യാൻ തോന്നി? ഇവൻ എങ്ങനെ വിശ്വസിച്ച് വീണ്ടും ഇതാക്കും? ഇവനെയൊക്കെ പുറത്തിറങ്ങിയാൽ ഇവൻ ഏത് കുഞ്ഞിനെ ചെയ്യില്ല എന്നാണ്. സത്യം ഉണ്ടല്ലോ, ഓരോ ദിവസവും പേടിയാണ്. ഓരോ വാർത്തകൾ കേൾക്കുമ്പം എനിക്ക് 2 പെൺകുഞ്ഞുങ്ങൾ വളർന്നു വരുന്നുണ്ട്. ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ലപോലെ പേടിയാണ്. അതുമായി എന്തൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ നടക്കുന്നതെന്ന് ഓർത്തിട്ട് നല്ല പേടിയുണ്ട്. കുഞ്ഞു മക്കളെയൊക്കെ നല്ല ബോൾഡായിട്ട് വളർത്തുക, എല്ലാത്തിലും പ്രതികരിക്കാൻ പഠിപ്പിക്കുക, തെറ്റ് ശരി മനസ്സിലാക്കി വളർത്തുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയോടുള്ള ഉപയോഗം വളരെയധികം കുറയ്ക്കുക. ഫോണുകളുടെയൊക്കെ ഉപയോഗം കുറച്ച് കുഞ്ഞുങ്ങളെയൊക്കെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. രക്ഷിതാക്കളോട് കുറച്ചുകൂടി കുഞ്ഞുങ്ങളോട് സ്നേഹത്തോടെ നിൽക്കുക. ഇങ്ങനെ ചെയ്ത ഈ സഹോദരന്മാർക്ക് തക്കതായ ശിക്ഷ കിട്ടണം. അവരത് അർഹിക്കുന്നു. ഈ ഒരു ശിക്ഷ ഇവർക്ക് കിട്ടുന്ന ശിക്ഷയിലൂടെ ഇനി ഒരു സഹോദരൻ ആ ഒരു ബന്ധത്തിൻ്റെ നൈർമല്യം നഷ്ടപ്പെടുത്തരുത്. ഇനി ഒരിക്കലും ഒരു സഹോദരനിൽ നിന്ന് ഇങ്ങനൊരു വാർത്ത നമ്മുടെ പുറം ലോകം കാണാൻ ഇടവരരുത് എന്നൊരു അഭ്യർത്ഥനയും ഇത്രയും പറഞ്ഞത് എൻ്റെ അഭിപ്രായങ്ങളാണ്. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് രൂപത്തിൽ രേഖപ്പെടുത്തുക. എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.